ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ശ്രുതീസ് ഫാർമ വേൾഡ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റെറിലൈസേഷന്റെ കണ്ടിന്യൂവേഷൻ ആണ്. ഫിൽട്രേഷൻ മെത്തേഡിനെ കുറിച്ച്, മെക്കാനിക്കൽ മെത്തേഡിന്റെ അണ്ടറിൽ വരുന്ന ഫിൽട്രേഷൻ മെത്തേഡിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയാത്ത തെർമോലബൈൽ സൊല്യൂഷൻസിന്റെ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ടാണ് ഫിൽട്രേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. തെർമോലബൈൽ സൊല്യൂഷൻസിനകത്തുള്ള മൈക്രോ ഓർഗാനിസത്തിനെ സെപ്പറേറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്, അല്ലാതെ മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുകയല്ല. ഫിൽട്രേഷൻ മെത്തേഡില് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്നില്ല, മറിച്ച് അവയെ ആ സൊല്യൂഷനകത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മെയിൻലി മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് ആണ് മൈക്രോ ഓർഗാനിസത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പർപ്പസിനായിട്ട് എടുക്കാറുള്ളത്. മെംബ്രെയിൻ ഫിൽറ്ററിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ 0.2 to 0.45 മൈക്രോമീറ്റർ സൈസ് റേഞ്ചിൽ വരുന്ന, അല്ലെങ്കിൽ 0.2 to 0.45 മൈക്രോമീറ്റർ പോർ സൈസ് ഉള്ള മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് ആണ് മൈക്രോബ്സിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. സെറം, ആന്റിബയോട്ടിക് സൊല്യൂഷൻസ്, ഷുഗർ സൊല്യൂഷൻ, യൂറിയ സൊല്യൂഷൻ മുതലായ ഹീറ്റ് ലബൈൽ ആയിട്ടുള്ള ലിക്വിഡ്സിന്റെ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ടാണ് മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാറുള്ളത്. മെംബ്രെയിൻ ഫിൽറ്റേഴ്സിന്റെ പോർ സൈസ് റേഞ്ച് എങ്ങനെയാണ് വരുന്നത്? 0.2 to 0.45 മൈക്രോമീറ്റർ. മുൻപൊക്കെ എർത്തൺ വിയർ അല്ലെങ്കിൽ ആസ്ബസ്റ്റോസ് ഡെപ്ത് ഫിൽറ്റേഴ്സ് ആയിരുന്നു ബാക്ടീരിയ പ്രൂഫ് ഫിൽറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ എർത്തൺ വിയർ ആസ്ബസ്റ്റോസ് ഡെപ്ത് ഫിൽറ്റേഴ്സ് അല്ല, മറിച്ച് മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ സ്റ്റെറൈൽ ബാക്ടീരിയ പ്രൂഫ് ഫിൽറ്റർ യൂണിറ്റ്സ് ആണ് ബാക്ടീരിയയെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്ത് ബാക്ടീരിയാസിനെ, മൈക്രോ ഓർഗാനിസത്തിനെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ആ സൊല്യൂഷൻ ഒരു സ്റ്റെറൈൽ കണ്ടെയ്നറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും പിന്നീട് അത് സീൽ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. മൈക്രോ ഓർഗാനിസത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് യൂസ് ചെയ്യുന്നത് 0.22 മൈക്രോമീറ്റർ മുതൽ 0.45 മൈക്രോമീറ്റർ സൈസ് റേഞ്ച് വരെയുള്ള മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് ആണ് ബാക്ടീരിയയെ ഫിൽറ്റർ ചെയ്യുന്നതിനായിട്ട് എടുക്കാറുള്ളത്. ഈ മെംബ്രെയിൻ ഫിൽറ്ററിന്റെ പോർ സൈസ് ടെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ആണ് ബബിൾ പോയിന്റ് ടെസ്റ്റ് മെത്തേഡ്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഫിൽറ്റേഴ്സിന്റെ പേര് കാണാം. ഈ ഫിൽറ്റേഴ്സ് ഒക്കെയാണ് തെർമോലബൈൽ സൊല്യൂഷൻസിന്റെ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. സിൻഡേർഡ് ഗ്ലാസ് ഫിൽറ്റർ, കാൻഡിൽ ഫിൽറ്റർ, ആസ്ബസ്റ്റോസ് ഫിൽറ്റർ, മെംബ്രെയിൻ ഫിൽറ്റർ. ഇവിടെ നിങ്ങൾക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിൽറ്ററും അതിന്റെ കോമ്പോസിഷനും കാണാം. ഈ ഒരു ടേബിള് കാണാതെ പഠിച്ചു വെക്കണം. ഹെപ്പ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ ബാക്ടീരിയ പ്രൂഫ് ഫിൽറ്റർ ആണ്. ആസ്ബസ്റ്റോസ് അല്ലെങ്കിൽ ഗ്ലാസ് ആണ് അതിന്റെ കോമ്പോസിഷനിൽ വരുന്നത്. സെറാമിക് ഫിൽറ്റർ, പോർസലൈൻ ഓർ കേസൽഗർ. സിൻഡേർഡ് ഗ്ലാസ് ഫിൽറ്ററിനകത്ത് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ്. മെംബ്രെയിൻ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ സെല്ലുലോസ് അസറ്റേറ്റ് അല്ലെങ്കിൽ സെല്ലുലോസ് നൈട്രേറ്റ് ആണ് കോമ്പോസിഷനിൽ വരുന്നത്. സൈഡ്സ് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ ആസ്ബസ്റ്റോസ് ഓർ വുഡ് സെല്ലുലോസ്. മില്ലിപോർ ഫിൽറ്റർ, സെല്ലുലോസ് എസ്റ്റർ. ബാക്ടീരിയ പ്രൂഫ് ഫിൽറ്റേഴ്സ് ഡിഫറെന്റ് ടൈപ്സ് ആൻഡ് കോമ്പോസിഷൻ ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഫിൽട്രേഷന്റെ മെക്കാനിസം അല്ലെങ്കിൽ അതിന്റെ പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. സീവിംഗ്, അഡ്സോർപ്ഷൻ, ട്രാപ്പിംഗ് വിത്തിൻ ദ മെട്രിക്സ് ഓഫ് ഫിൽറ്റർ മെറ്റീരിയൽ. 3 മെക്കാനിസംസ് ആണ് ഫിൽട്രേഷൻ ഓപ്പറേഷന്റെ അണ്ടറിൽ വരുന്നത്. സീവിംഗ്, അഡ്സോർപ്ഷൻ, ട്രാപ്പിംഗ് വിത്ത് ദ മെട്രിക്സ് ഓഫ് ഫിൽറ്റർ മെറ്റീരിയൽ. ഇത് 3 ഫിൽട്രേഷൻ ഓപ്പറേഷന്റെ മെക്കാനിസം ആയിട്ട് വരുന്നത്. സീവിംഗ്, അഡ്സോർപ്ഷൻ, ട്രാപ്പിംഗ് വിത്ത് ദ മെട്രിക്സ് ഓഫ് ഫിൽറ്റർ മെറ്റീരിയൽ. ഇനി നമുക്ക് സെറാമിക് ഫിൽറ്ററിനെ കുറിച്ച് നോക്കാം. സെറാമിക് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഫിൽറ്റർ കാൻഡിൽസ്. സെറാമിക് ഫിൽറ്ററിന്റെ ഫിഗർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിന് ഏതാണ്ട് ഒരു കാൻഡിൽസിന്റെ ഒക്കെ ഷേപ്പ് അല്ലേ ഉള്ളത്, അതുകൊണ്ട് തന്നെയാണ് അതിന് അങ്ങനെ ഒരു പേര് വന്നിട്ടുള്ളത്, ഫിൽറ്റർ കാൻഡിൽസ്. സെറാമിക് ഫിൽറ്റേഴ്സ് ആൾസോ നോൺ ആസ് ഫിൽറ്റർ കാൻഡിൽസ്. പോർസലൈൻ അല്ലെങ്കിൽ കേസൽഗർ വെച്ചാണ് സെറാമിക് ഫിൽറ്റേഴ്സ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. പോർസലൈൻ, കേസൽഗർ ഒക്കെയാണ് സെറാമിക് ഫിൽറ്ററിന്റെ കോമ്പോസിഷനിൽ വരുന്നത്. കേസൽഗർ ഫിൽറ്റേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ പോർസലൈൻ ടൈപ്പ് ഫിൽറ്റേഴ്സിനേക്കാൾ കൂടുതൽ സോഫ്റ്റ് ആയിരിക്കും. സെറാമിക് ഫിൽറ്റേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യേണ്ട സൊല്യൂഷൻ എടുക്കുക. ആ സൊല്യൂഷൻ അകത്തോട്ടേക്ക് സെറാമിക് ഫിൽറ്റർ ഇറക്കി വെക്കുന്നു. സെറാമിക് ഫിൽറ്ററിന്റെ ഓപ്പണിംഗ് വാക്യൂം പമ്പുമായി കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. വാക്യൂം അപ്ലൈ ചെയ്യുന്ന സമയത്ത് സെറാമിക് ഫിൽറ്ററിന്റെ ഉള്ളിലുള്ള പ്രഷർ ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. എങ്ങനെയാണ്? വാക്യൂം അപ്ലൈ ചെയ്യുന്ന സമയത്ത് സെറാമിക് ഫിൽറ്ററിന് ഉള്ളിലുള്ള പ്രഷർ പുറത്തുള്ള പ്രഷറിനേക്കാൾ കുറവായിരിക്കും. ഈ ഒരു കണ്ടീഷനിൽ ഇങ്ങനെയൊരു പ്രഷർ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ പുറത്തുള്ള സൊല്യൂഷൻസ് സെറാമിക് ഫിൽറ്ററിനകത്തോട്ടേക്ക് എൻറ്റർ ചെയ്യുകയും ആ സെറാമിക് ഫിൽറ്ററിലുള്ള
ഫിൽറ്റേഴ്സിന്റെ ഹെൽപ്പോട് കൂടെ സൊല്യൂഷൻ ഫിൽട്ടർ ചെയ്യപ്പെടുകയും ഫിൽട്ടർ ചെയ്തിട്ടുള്ള സൊല്യൂഷൻ ഒരു സ്റ്റെറൈൽ കണ്ടെയ്നറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയുമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ സംഭവം വളരെ സിമ്പിൾ ആണ്. ഈ സെറാമിക് ഫിൽറ്റർ എന്താ നമ്മൾ ചെയ്യുന്നത്? നമുക്ക് ഏത് സൊല്യൂഷൻ ആണോ സ്റ്റെറിലൈസ് ചെയ്യേണ്ടത് ആ സൊല്യൂഷനകത്തേക്ക് ഇറക്കി വെക്കുന്നു. സെറാമിക് ഫിൽറ്ററിന്റെ ഓപ്പണിംഗിൽ എന്ത് കണക്ഷൻ ഉണ്ടായിരിക്കും? സെറാമിക് ഫിൽറ്ററിന്റെ ഓപ്പണിംഗിൽ വാക്യൂം പമ്പുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരിക്കും. എപ്പോഴാണോ നിങ്ങൾ വാക്യൂം അപ്ലൈ ചെയ്യുന്നത്, വാക്യൂം അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് സെറാമിക് ഫിൽറ്ററിനുള്ളിലുള്ള പ്രഷർ കുറയും. ഔട്ട്സൈഡിലുള്ള പ്രഷർ കൂടുതലും സെറാമിക് ഫിൽറ്ററിന്റെ അകത്തുള്ള പ്രഷർ കുറവുമായിരിക്കും. അപ്പൊ അവിടെ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടായല്ലോ. ആ പ്രഷർ ഡിഫറൻസ് കാരണം പുറത്തുള്ള ലിക്വിഡ് സെറാമിക് ഫിൽറ്ററിനകത്തോട്ടേക്ക് പ്രവേശിക്കുകയും സെറാമിക് ഫിൽറ്ററിന് അകത്തുള്ള ഫിൽട്രേഷൻ യൂണിറ്റിൽ വെച്ച് ഫിൽട്രേഷൻ നടക്കുകയും അങ്ങനെ ഫിൽട്രേഷൻ നടന്ന് ബാക്ടീരിയനൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ള ആ ക്ലിയർ ലിക്വിഡ് ഉണ്ടല്ലോ, ആ ഫിൽട്രേറ്റ് നമ്മളൊരു സ്റ്റെറൈൽ കണ്ടെയ്നറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സെറാമിക് ഫിൽറ്ററിന്റെ വർക്കിംഗ് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഇനി അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ സെറാമിക് ഫിൽറ്ററിൽ നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യാൻ എടുത്തിട്ടുള്ള സൊല്യൂഷനിലുള്ള ആക്റ്റീവ് പ്രിൻസിപ്പിൾസോ മറ്റു കോമ്പണൻസോ ഒക്കെ അബ്സോർബ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി ആസ്ബസ്റ്റോസ് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ ആസ്ബസ്റ്റോസ് ഫിൽറ്റർ ആസ്ബസ്റ്റോസ് ഡിസ്ക് വെച്ചാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. മഗ്നീഷ്യം ട്രൈസിലിക്കേറ്റ് ഡിസ്ക് വെച്ചിട്ടാണ് ആസ്ബസ്റ്റോസ് ഫിൽറ്റർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. സിംഗിൾ യൂസ് ഡിസ്ക് ആണ് ആസ്ബസ്റ്റോസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇതിന് ബാക്ടീരിയാസിനെ റിമൂവ് ചെയ്യാൻ നമുക്ക് ആസ്ബസ്റ്റോസ് ഫിൽറ്റർ എടുക്കാവുന്നതാണ്. പക്ഷേ വൈറസിനെ റിമൂവ് ചെയ്യാൻ ആസ്ബസ്റ്റോസ് ഫിൽറ്റർ വെച്ച് നടക്കില്ല. ആൻഡ് ടോക്സിൻസ്, ആന്റിടോക്സിൻ സൊല്യൂഷൻസ് ഇതിന്റെയൊക്കെ പ്രിപ്പറേഷന്റെ സമയത്ത് അത് ഫിൽട്ടർ ചെയ്യുന്ന പർപ്പസിനായിട്ട് ആസ്ബസ്റ്റോസ് ഫിൽറ്റേഴ്സ് ആണ് എടുക്കാറുള്ളത്. ഇവിടെ നിങ്ങൾക്ക് സെയ്റ്റ്സ് ഫിൽറ്റർ കാണാം. സെയ്റ്റ്സ് ഫിൽറ്ററിന്റെ ഒരു ഫിഗർ അത് ആ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. സെയ്റ്റ്സ് ഫിൽറ്ററിനകത്ത് രണ്ട് പാർട്ടാണ് ഉള്ളത്, ഒരു ലോവർ പാർട്ടും അപ്പർ പാർട്ടും. ലോവർ പാർട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പെർഫറേറ്റഡ് ഡിസ്ക് ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പർ പാർട്ടിലാണ് കംപ്രസ്ഡ് ആസ്ബസ്റ്റോസ് ഷീറ്റ് ഉള്ളത്. ഇതാണ് സെയ്റ്റ്സ് ഫിൽറ്റർ എന്ന് പറയുന്നത്. സെയ്റ്റ്സ് ഫിൽറ്ററിന് രണ്ട് പാർട്ടാണുള്ളത്. അപ്പർ പാർട്ടിലാണ് കംപ്രസ്ഡ് ആസ്ബസ്റ്റോസ് ഷീറ്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഫിൽട്രേഷൻ യൂണിറ്റ് ഇരിക്കുന്നത് അപ്പർ പാർട്ടിലാണ്. ലോവർ പാർട്ട് എന്ന് പറയുമ്പോൾ അതിന് സപ്പോർട്ട് ആയിട്ടുള്ള ഒരു പെർഫറേറ്റഡ് ഡിസ്ക് ആണ് ലോവർ പാർട്ടിലുള്ളത്. മേലെ നമ്മൾ എടുത്തിട്ടുള്ള കംപ്രസ്ഡ് ആസ്ബസ്റ്റോസ് ഷീറ്റിന്റെ പോർ സൈസ് എന്ന് പറയുന്നത് 0.5 to 0.75 മൈക്രോമീറ്റർ സൈസ് റേഞ്ചിലായിരിക്കും. ആസ്ബസ്റ്റോസിന്റെ പോർ സൈസ് എന്ന് പറയുന്നത് 0.5 to 0.75 മൈക്രോമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മെംബ്രെയിൻ ഫിൽറ്ററിന്റെ പോർ സൈസ് എന്തായിരുന്നു? 0.22 മൈക്രോമീറ്റർ ടു 0.45 മൈക്രോമീറ്റർ. അത് ഒരുപാട് തവണ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുള്ളതാണ്, മറക്കരുത്. ആക്ച്വലി സെയ്റ്റ്സ് ഫിൽറ്റർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ആസ്ബസ്റ്റോസ് ഷീറ്റ് വെച്ചിട്ടാണല്ലോ. അപ്പോ ആസ്ബസ്റ്റോസ് ഷീറ്റിലൂടെ സ്റ്റെറിലൈസ് ചെയ്യേണ്ട സൊല്യൂഷൻ പാസ് ചെയ്യുന്ന സമയത്ത് ആ ഫിൽട്രേറ്റ് കളക്ട് ചെയ്യുന്നതിനോട് കൂടെ തന്നെ ആസ്ബസ്റ്റോസ് പാഡ്സിലുള്ള ഫൈബേഴ്സ് കൂടെ അതിന്റെ കൂടെ പോരുന്നതായി കാണാറുണ്ട്. ആസ്ബസ്റ്റോസ് പാഡ്സിന് ഫൈബ്രസ് നേച്ചർ ആണുള്ളത്. ഫിൽട്രേഷൻ ചെയ്യുന്ന സമയങ്ങളിൽ ഈ ഫൈബേഴ്സ് ഷെഡ് ചെയ്യാറുണ്ട്. അത് നമ്മുടെ ഫിൽട്രേറ്റിനോടൊപ്പം കാണപ്പെടാറുണ്ട്. അത് സെയ്റ്റ്സ് ഫിൽറ്ററിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് സെയ്റ്റ്സ് ഫിൽറ്ററിനകത്ത് ആസ്ബസ്റ്റോസ് പാഡ് വെച്ചതിന് ശേഷം ഉടനെ തന്നെ അതിനകത്തൊരു സിൻഡേർഡ് ഗ്ലാസ് ഡിസ്ക് കൂടെ വെക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഒരു പരിധി വരെ പരിഹരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ സെയ്റ്റ്സ് ഫിൽറ്റർ യൂസ് ചെയ്ത് ഫിൽട്രേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഫ്യൂ ml ഫിൽട്രേറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം വേണം ഫിൽട്രേറ്റ് കളക്ട് ചെയ്യാനായിട്ട്. കാരണം ആദ്യം വരുന്ന ഫിൽട്രേറ്റിനകത്ത് ഈ പറഞ്ഞ പോലെ ഫൈബേഴ്സ് ഷെഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. വൺസ് സെയ്റ്റ്സ് ഫിൽറ്റർ എന്ന് പറയുമ്പോഴും വൺസ് യൂസ് ചെയ്യാനേ സാധിക്കത്തുള്ളൂ. യൂസിന് ശേഷം പിന്നീട് അത് ഡിസ്കാർഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സെയ്റ്റ്സ് ഫിൽറ്ററിന്റെ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഓട്ടോക്ലേവിംഗ് വഴിയാണ്. 30 minutes 121 degree Celsius ടെമ്പറേച്ചറിലാണ് സെയ്റ്റ്സ് ഫിൽറ്റർ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. സെറം, ഫ്ലൂയിഡ് കൾച്ചർ മീഡിയ എന്നൊക്കെ ബാക്ടീരിയാസിനെ റിമൂവ് ചെയ്യുന്ന പർപ്പസിന് വേണ്ടിയിട്ടാണ് സെയ്റ്റ്സ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് സിൻഡേർഡ് ഗ്ലാസ് ഫിൽറ്റർ ആണ്. സിൻഡേർഡ് ഗ്ലാസ് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ് സിൻഡേർഡ് ഗ്ലാസ് ഫിൽറ്ററിന്റെ കോമ്പസിഷനിൽ വരുന്നത്. ഡിഫറെന്റ് പോർ സൈസിലുള്ള സിൻഡേർഡ് ഗ്ലാസ് ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ്. സിൻഡേർഡ് ഗ്ലാസ് ഫിൽറ്ററിന്റെ നമ്പർ അനുസരിച്ചാണ് നമ്മൾ അവയെ സെലക്ട് ചെയ്യുന്നത്. ബാക്ടീരിയ പ്രൂഫ് ഫിൽട്രേഷന് വേണ്ടിയിട്ട്
5 or 3 നമ്പർ വരുന്ന സിൻഡേർഡ് ഗ്ലാസ് ഫിൽറ്റർ ആണ് യൂസ് ചെയ്യാറുള്ളത്. ഫിൽട്രേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത് റെഡ്യൂസ്ഡ് പ്രഷർ അല്ലെങ്കിൽ വാക്വം അപ്ലൈ ചെയ്തിട്ടാണ്. സിൻഡേർഡ് ഗ്ലാസ് ഫിൽറ്റർ ഡു നോട്ട് അബ്സോർബ് ദ മെഡിക്കമെന്റ് ഫ്രം ദ സൊല്യൂഷൻ. അത് സിൻഡേർഡ് ഗ്ലാസ് ഫിൽറ്ററിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ പറഞ്ഞു ആസ്ബസ്റ്റോസ് ഫിൽറ്റർ ആയിട്ടുള്ള സേറ്റ്സ് ഫിൽറ്ററിന്റെ കേസിൽ എന്താ പറഞ്ഞേ, ചില സമയങ്ങളിൽ സൊല്യൂഷൻ അകത്തു നിന്നുള്ള ആക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഒക്കെ ഈ ഒരു ഫിൽറ്ററിൽ അബ്സോർബ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതേസമയം സിൻഡേർഡ് ഗ്ലാസ് ഫിൽറ്ററിന്റെ കേസിൽ മെഡിക്കമെന്റ് ഒന്നും തന്നെ ഈ ഗ്ലാസ് ഫിൽറ്ററിൽ അബ്സോർബ് ചെയ്യപ്പെടുന്നില്ല. സൊല്യൂഷൻ എന്നുള്ള മെഡിക്കമെന്റ്സ് ഒന്നും തന്നെ സിൻഡേർഡ് ഗ്ലാസ് ഫിൽറ്ററിൽ അബ്സോർബ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇനി സിൻഡേർഡ് ഗ്ലാസ് ഫിൽറ്റർ മാത്രമല്ല, സിൻഡേർഡ് മെറ്റൽ ഫിൽറ്റേഴ്സ് ഉണ്ട്. സിൻഡേർഡ് മെറ്റൽ ഫിൽറ്റേഴ്സ് എന്ന് പറയുമ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടായിരിക്കും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ മെക്കാനിക്കൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് മെംബ്രെയിൻ ഫിൽറ്റർ ആണ്. ഫിൽട്രേഷന്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് മെംബ്രെയിൻ ഫിൽറ്റർ തന്നെയാണ്. മെംബ്രെയിൻ ഫിൽറ്ററിന്റെ കോമ്പോസിഷനിൽ സെല്ലുലോസ് അസറ്റേറ്റ്, സെല്ലുലോസ് നൈട്രേറ്റ് മുതലായവയാണ് ഉള്ളത്. സെല്ലുലോസ് അസറ്റേറ്റ്, സെല്ലുലോസ് നൈട്രേറ്റ് വെച്ചാണ് മെംബ്രെയിൻ ഫിൽറ്റർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഒരു മെറ്റാലിക് ഹോൾഡറിലാണ് ഈ സെല്ലുലോസ് അസറ്റേറ്റ് അല്ലെങ്കിൽ സെല്ലുലോസ് നൈട്രേറ്റ് ഫിൽറ്റർ പ്ലേസ് ചെയ്യാറുള്ളത്. ആസ്ബസ്റ്റോസ് പാഡ് നമ്മൾ എങ്ങനെയാണോ സേറ്റ്സ് ഫിൽറ്ററിനകത്ത് പ്ലേസ് ചെയ്തിരുന്നത് അതേപോലെ തന്നെയാണ് ഒരു മെറ്റാലിക് ഹോൾഡറിനകത്ത് മെംബ്രെയിൻ ഫിൽറ്റർ പ്ലേസ് ചെയ്യുന്നത്. മെംബ്രെയിൻ ഫിൽറ്ററിന്റെ പോർ സൈസ് എന്ന് പറയുമ്പോൾ 0.22 മൈക്രോമീറ്റർ ടു 0.45 മൈക്രോമീറ്റർ സൈസ് റേഞ്ചിലാണ് വരുന്നത്. മെംബ്രെയിൻ ഫിൽറ്ററിന്റെ തിക്നെസ് എന്ന് പറയുമ്പോൾ 150 മൈക്രോമീറ്റർ ആണ്. മെംബ്രെയിൻ ഫിൽറ്റർ വിത്ത് പോർ സൈസ് 0.22 മൈക്രോമീറ്റർ യൂസ് ചെയ്യുന്നത് ബാക്ടീരിയനേക്കാൾ ചെറിയ സബ്സ്റ്റൻസിന്റെ ഫിൽട്രേഷന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ബാക്ടീരിയനേക്കാൾ ചെറിയ മൈക്രോ ഓർഗാനിസത്തിന്റെ ഫിൽട്രേഷന് വേണ്ടിയിട്ടാണ് മെംബ്രെയിൻ ഫിൽറ്റർ വിത്ത് പോർ സൈസ് 0.22 മൈക്രോമീറ്റർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ മില്ലിപോർ ഫിൽറ്റേഴ്സ് എന്നുള്ളൊരു പേര് കൂടെ ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്റ്റെറിലൈസിങ് അക്വസ് ഓയിലി സൊല്യൂഷൻസ്. അക്വസ് ഓയിലി സൊല്യൂഷൻസ് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് എടുക്കാവുന്നതാണ്. ബട്ട് these are not suitable for organic solvents like alcohol, ketones, esters or chloroform. ആൽക്കഹോൾ, കീറ്റോൺ, എസ്റ്റേഴ്സ്, ക്ലോറോഫോം ഇവയുടെ സ്റ്റെറിലൈസേഷൻ മെംബ്രെയിൻ ഫിൽറ്റർ വഴി നടക്കില്ല. അക്വ സൊല്യൂഷൻസും ഓയിലി സൊല്യൂഷൻസും സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് മെംബ്രെയിൻ ഫിൽറ്റർ എടുക്കാവുന്നതാണ്. മില്ലിപോർ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ അതിന്റെ പോർ സൈസ് എന്ന് പറയുന്നത് 0.22 മൈക്രോമീറ്റർ ആണ്. ബാക്ടീരിയനേക്കാൾ സൈസ് കുറവുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മില്ലിപോർ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. മെംബ്രെയിൻ ഫിൽറ്റേഴ്സിന്റെ ഇമ്പോർട്ടന്റ് യൂസസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ദാറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റെറിലൈസ് ഫാർമസ്യൂട്ടിക്കൽ സബ്സ്റ്റൻസസ്, ഒഫ്താൽമിക് സൊല്യൂഷൻസ്, ലിക്വിഡ് കൾച്ചർ മീഡിയ, ഓയിൽസ്, ആന്റിബയോട്ടിക്സ് ആൻഡ് അതർ ഹീറ്റ് സെൻസിറ്റീവ് മെറ്റീരിയൽസ്. മെംബ്രെയിൻ ഫിൽട്രേഷൻ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഒഫ്താൽമിക് സൊല്യൂഷൻസിന്റെ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട്, ലിക്വിഡ് കൾച്ചർ മീഡിയയുടെ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട്, ഓയിൽസ്, ആന്റിബയോട്ടിക്സ്, അതർ ഹീറ്റ് സെൻസിറ്റീവ് മെറ്റീരിയൽസിന്റെ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട്, അതുപോലെ ബാക്ടീരിയ ഫ്രീ ഫിൽട്രേറ്റ് ഓഫ് ക്ലിനിക്കൽ സ്പെസിമെൻസ് ഫോർ വൈറസ് ഐസൊലേഷൻ. ബാക്ടീരിയ, ടോക്സിൻസ്, ബാക്ടീരിയോഫേജസ് ഒക്കെ ഉള്ള ഒരു മിക്സ്ചറിനകത്ത് നിന്ന് ഈ ടോക്സിൻസിനെയും ബാക്ടീരിയോഫേജിനെയും റിമൂവ് ചെയ്ത് ബാക്ടീരിയനെ മാത്രമായിട്ട് ഐസൊലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. അക്വസ് ഓയിലി സൊല്യൂഷൻസിന്റെ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ബാക്ടീരിയ പ്രൂഫ് ഫിൽറ്റേഴ്സ് എടുക്കാവുന്നതാണ്. ഓർഗാനിക് സോൾവെന്റ്സ് ആയിട്ടുള്ള കീറ്റോൺസ്, എസ്റ്റേഴ്സ്, ക്ലോറോഫോം, ഈഥർ അതിന്റെ ഒന്നും സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് മെംബ്രെയിൻ ഫിൽറ്റർ ചൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പൊ ബാക്ടീരിയ, വൈറസ് ഉള്ള മിക്സ്ചറിനകത്തുനിന്ന് വൈറസിനെ ഐസൊലേറ്റ് ചെയ്യാൻ, ബാക്ടീരിയനെ സെപ്പറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഹെപ്പ ഫിൽറ്ററിനെ കുറിച്ചാണ്. ഹെപ്പ ഫിൽറ്റർ നിങ്ങൾ മൈക്രോബയോളജി ലാബില് അല്ലെങ്കിൽ മൈക്രോബയോളജി ക്ലാസ്സിലോ ഒക്കെ കേട്ടിട്ടുള്ളതാണ്. HEPA means high efficiency particulate air filter. HEPA filter means it is air filter and അതിന്റെ abbreviation എങ്ങനെയാണ് വരുന്നത്? High efficiency particulate air filter. HEPA high efficiency particulate air filter. And ഈ HEPA filtersന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 0.3 മൈക്രോൺ സൈസ് റേഞ്ചിൽ വരുന്ന 99.97% പാർട്ടിക്കിൾസിനെയും ഫിൽറ്റർ ചെയ്യാനായിട്ട് HEPA ഫിൽറ്ററിന് സാധിക്കും. HEPA ഫിൽറ്ററിന്റെ ഇന്റഗ്രിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന മെത്തേഡ് ആണ് ഡിസ്പേഴ്സ്ഡ് ഓയിൽ പെർട്ടിക്കുലേറ്റ് ടെസ്റ്റ്. എന്താണ് മെത്തേഡിന്റെ പേര്? ഡിസ്പേഴ്സ്ഡ് ഓയിൽ പെർട്ടിക്കുലേറ്റ് ടെസ്റ്റ് മെത്തേഡ്.
ഇവിടെ ഫിൽട്രേഷൻ എഫിഷ്യൻസി, അതായത് 0.3 മൈക്രോണിൽ കൂടുതൽ ലാർജർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഇതിലൂടെ ഫിൽട്ടർ ചെയ്യപ്പെടുന്നുണ്ടോ, എത്രത്തോളം എഫിഷ്യൻസി, എഫിക്കസി, എത്രത്തോളം സേഫ്റ്റി ഈ ഫിൽറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡിസ്പേഴ്സ്ഡ് ഓയിൽ പെർട്ടിക്കുലേറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ദിസ് ടെസ്റ്റ് മെഷേഴ്സ് ദ ഫിൽട്രേഷൻ എഫിഷ്യൻസി ഓഫ് പാർട്ടിക്കിൾസ് ലാർജർ ദാൻ 0.3 micron and is therefore essential to ensure the efficiency and absolute safety of the filter. അതായത് ഡിസ്പേഴ്സ്ഡ് ഓയിൽ പെർട്ടിക്കുലർ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഹെപ്പ ഫിൽറ്ററിന്റെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ്. ഹെപ്പ ഫിൽറ്ററിലൂടെ 0.3 മൈക്രോൺ സൈസ് റേഞ്ചിലുള്ള പാർട്ടിക്കിൾസ് മാത്രമേ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിനേക്കാൾ വലിയ സൈസ് റേഞ്ചിലുള്ള പാർട്ടിക്കിൾസ് ഹെപ്പ ഫിൽറ്റർ വഴി സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ, ഹെപ്പ ഫിൽറ്ററിന്റെ എഫിഷ്യൻസി എൻഷുർ ചെയ്യുക, സേഫ്റ്റി ഉറപ്പുവരുത്തുക, ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഡിസ്പേഴ്സ്ഡ് ഓയിൽ പെർട്ടിക്കുലേറ്റ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ നിങ്ങൾക്ക് ഹെപ്പ ഫിൽറ്ററിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കാണാം. It is used for sterilization of thermolabile medicaments such as blood products, insulin enzymes. Blood products, insulin enzymes ഒക്കെ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാ ടൈപ്പ് ബാക്ടീരിയനെയും, ലിവിങ് ആസ് വെൽ ആസ് ഡെഡ് ബാക്ടീരിയനെയും നമുക്ക് പ്രിപ്പറേഷനകത്ത് റിമൂവ് ചെയ്യാനായിട്ട് ഫിൽട്രേഷൻ മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ക്ലാരിഫിക്കേഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ നമുക്ക് സൈഡ് ബൈ സൈഡ് ആയിട്ട് ചെയ്യാവുന്നതാണ് ഫിൽട്രേഷൻ മെത്തേഡ് വഴി. ഇനി ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഫിൽട്രേഷൻ മെത്തേഡ് റിലയബിൾ അല്ല. സ്റ്റെറിലിറ്റി ടെസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതായിട്ടുണ്ട്. സസ്പെൻഷൻസ്, ഓയിലി പ്രിപ്പറേഷൻസ് ഒന്നും ക്ലിയർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്യാൻ ഫിൽട്രേഷൻ മെത്തേഡ് വഴി സാധിക്കില്ല. മെഡിക്കമെന്റ് അബ്സോർബ് ചെയ്യാൻ, അതായത് ഫിൽറ്ററിൽ മെഡിക്കമെന്റ് അബ്സോർബ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഫിൽറ്റർ മീഡിയയ്ക്ക് എന്തെങ്കിലും ഡിഫക്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. അസെപ്റ്റിക് ടെക്നിക്ക് അത്യാവശ്യമാണ് ഫിൽട്രേഷൻ ഓപ്പറേഷൻ വഴി സ്റ്റെറിലൈസ് ചെയ്യുന്ന സമയങ്ങളിൽ. ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് വേണം ഹെപ്പ ഫിൽറ്റേഴ്സ് പോലെയുള്ള ഫിൽറ്റേഴ്സ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അതൊക്കെയാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജസ്. Applications എന്ന് പറയുമ്പോൾ it is useful for sterilization of parenteral solutions containing thermolabile medicament without any decomposition. അതായത് പാരന്ററൽ സൊല്യൂഷൻസിനകത്ത് തെർമോലബൈൽ മെഡിക്കമെന്റ്സ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് ഡീകമ്പോസ് ചെയ്യാതെ തന്നെ സ്റ്റെറിലൈസ് ചെയ്യുന്ന പർപ്പസിനായിട്ട് ഫിൽട്രേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇൻസുലിൻ, ബ്ലഡ് സെറം, അതുപോലെ പ്രോട്ടീൻ മാറ്റർ, സീഡ് സെൻസിറ്റീവ് ഇഞ്ചെക്ഷൻസ്, ബയോളജിക്കൽ പ്രൊഡക്ട്സ്, ഇവയുടെയൊക്കെ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ഫിൽട്രേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫിൽട്രേഷൻ മെത്തേഡിനെ കുറിച്ചായിരുന്നു. ഇവിടെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് മെംബ്രെയിൻ ഫിൽറ്ററിനെ കുറിച്ച് തന്നെയാണ്. മെംബ്രെയിൻ ഫിൽറ്ററിനെ കുറിച്ച് അതിന്റെ പോർ സൈസിനെ കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ ഉണ്ടായിക്കോട്ടെ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അത്. ഇനി സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ഷൻ എന്നുള്ള ചാപ്റ്ററിനകത്ത് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ, ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ, റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ, കെമിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആൻഡ് ഇപ്പൊ നമ്മൾ ഫിൽട്രേഷൻ സ്റ്റെറിലൈസേഷനെ കുറിച്ചും പഠിച്ചു. ഇനി ഈ ഒരു സ്ലൈഡില് നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ്, നമ്മൾ പഠിച്ചിട്ടുള്ള ഓരോ സ്റ്റെറിലൈസേഷൻ മെത്തേഡിന്റെയും പ്രിൻസിപ്പിൾ എന്താണ് അല്ലെങ്കിൽ മെക്കാനിസം എന്താണ് എന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതൊന്നുകൂടെ മനസ്സിൽ ഉറപ്പിച്ചിട്ട് പൊക്കോളൂ. ഫിസിക്കൽ മെത്തേഡിൽ വരുന്ന ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണെങ്കിൽ ഫിസിക്കൽ മെത്തേഡിൽ വരുന്ന ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ ആണ് മെക്കാനിസം ആയിട്ട് വരുന്നത്. കെമിക്കൽ അല്ലെങ്കിൽ ഗേഷ്യസ് സ്റ്റെറിലൈസേഷൻ ആണെങ്കിൽ ആൽക്കലൈസേഷൻ ആണ് മെക്കാനിസം. റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ ആണെങ്കിൽ അയണൈസേഷൻ ഓഫ് ന്യൂക്ലിക് ആസിഡ്സ്. മെക്കാനിക്കൽ സ്റ്റെറിലൈസേഷൻ ഫിൽട്രേഷൻ മെത്തേഡ് ആണെങ്കിൽ സെപ്പറേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആണ് നടക്കുന്നത്. അപ്പോൾ ഡിഫറെന്റ് മെത്തേഡ് ആൻഡ് മെക്കാനിസം ആണ് നമ്മളിപ്പോ കണ്ടത്. സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുള്ള ഓരോ മെത്തേഡും വളരെ വളരെ നന്നായി മനസ്സിൽ ഉറപ്പിച്ച് പഠിച്ചിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, നന്നായിട്ട് പഠിക്കുക.